ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ തലച്ചോറ് ഒന്നുകിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ തകർക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരവസ്ഥയില്ല. നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുക്കേണ്ട സമയം നാളെയല്ല, അത് ഇന്നാണ്. ഇത് വെറുമൊരു വിഷ്വലൈസേഷൻ മാത്രമല്ല, പെട്ടെന്നുള്ള ഫലങ്ങൾക്കായി നിങ്ങളുടെ മനസ്സിനെ അടിമുടി മാറ്റി എഴുതുന്ന റീവയറിംഗ് ആണ്. നിങ്ങളുടെ യഥാർത്ഥ കഴിവിലും താഴെ ജീവിച്ച് ഇനിയൊരു നിമിഷം പോലും പാഴാക്കരുത്. ഈ വീഡിയോ പൂർണ്ണമായി കാണൂ. നിങ്ങളുടെ ന്യൂറൽ പാതകളെ ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കൂ. നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം പേരും വീഴുന്ന ഒരു വലിയ കെണിയുണ്ട്, ദി ആബ്സ്ട്രാക്ട് ട്രാപ്പ്. എന്താണെന്നല്ലേ? നമ്മളെപ്പോഴും പറയും, എനിക്ക് സന്തോഷമായിരിക്കണം, എനിക്കൊരു വലിയ ആളാകണം, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. പക്ഷേ സുഹൃത്തുക്കളെ, ഇതൊക്കെ വെറും പുക പോലെയാണ്. അവ്യക്തമായ ആഗ്രഹങ്ങൾ. നമ്മുടെ തലച്ചോറിന് ഇത്തരം അവ്യക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു GPS പോലെയാണ്. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ GPS വഴി കാണിക്കുമോ? ഇല്ല. ലൊക്കേഷൻ കൊടുക്കണം. അതുപോലെ എനിക്ക് സന്തോഷം വേണമെന്നതിന് പകരം ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, ധ്യാനം ചെയ്യുന്നു, എൻ്റെ മനോഹരമായ ഓഫീസിലിരുന്ന് എനിക്കിഷ്ടപ്പെട്ട ലക്ഷങ്ങൾ വരുമാനം തരുന്ന ആ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തലച്ചോറിന് കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മുടെ തലച്ചോറിന് മനസ്സിലാകുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഈ വിടവിനെയാണ് നമ്മൾ നികത്തേണ്ടത്. ഇവിടെയാണ് ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കണ്ണടച്ച് ഒരു നാരങ്ങ മുറിച്ച് അത് വായിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നതായി ഒന്ന് സങ്കൽപ്പിക്കൂ. ആ പുളിപ്പ്, ആ രുചി. ഇപ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം വന്നില്ലേ? സത്യത്തിൽ നാരങ്ങ അവിടെയില്ല, പക്ഷേ തലച്ചോറ് വിചാരിച്ചത് അത് സത്യമാണെന്നാണ്. ഇതാണ് രഹസ്യവഴി. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിൽ കാണുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായി തിരിച്ചറിയാൻ തലച്ചോറിന് കഴിയില്ല. അതായത്, നിങ്ങളുടെ സ്വപ്ന ജീവിതം നിങ്ങൾ എല്ലാ ദിവസവും വളരെ വ്യക്തമായി ലിവിംഗ് ചെയ്താൽ നിങ്ങളുടെ തലച്ചോറ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഇതിനെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ RAS എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നോക്കാം. വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം പോരാ. ഇതിന് കൃത്യമായ 3 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 1, മൾട്ടിസെൻസറി സ്ക്രിപ്റ്റിംഗ്. കാഴ്ചകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക. നിങ്ങളുടെ സ്വപ്നലോകത്തിന് എന്ത് മണമാണ്? കാപ്പിപ്പൊടിയുടെ മണമാണോ? അതോ കടലിന്റെ ഗന്ധമാണോ? അവിടുത്തെ തറയിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽ എന്ത് തോന്നുന്നു? തണുപ്പാണോ? ചൂടാണോ? ഈ അനുഭവങ്ങൾ എത്രത്തോളം വ്യക്തമാകുന്നോ അത്രത്തോളം വേഗത്തിൽ തലച്ചോറ് അത് ഏറ്റെടുക്കും. ഘട്ടം 2, ഇമോഷണൽ ആങ്കറിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനം. ആ സ്വപ്നം നടന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതിയായ സന്തോഷം, നന്ദി, ആശ്വാസം. ആ വികാരം ഭാവിയിലേക്ക് മാറ്റിവെക്കരുത്. അതിപ്പോൾ തന്നെ അനുഭവിക്കുക. ഈ ഉയർന്ന വികാരങ്ങളാണ് ആ സ്വപ്നത്തെ നിങ്ങളുടെ തലച്ചോറിലേക്ക് സേവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഘട്ടം 3, മെമ്മറി ഓഫ് ദ ഫ്യൂച്ചർ. ഈ വിഷ്വലൈസേഷൻ എല്ലാ ദിവസവും ആവർത്തിക്കുക. എത്രത്തോളം എന്നാൽ, ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമായല്ല, മറിച്ച് കഴിഞ്ഞുപോയ ഒരു ഓർമ്മ പോലെ നിങ്ങളുടെ മനസ്സിന് തോന്നണം. ഇതിനെയാണ് ഭാവിയുടെ ഓർമ്മ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരാം. റിയാലിറ്റി ലോഗ്. നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ പഴയ കഷ്ടപ്പാടുകൾ തന്നെയായിരിക്കും മുന്നിൽ. പക്ഷേ അവിടെ തളരരുത്. നിങ്ങളുടെ പുറത്തുള്ള ലോകം മാറുന്നതിന് മുൻപേ നിങ്ങളുടെ അകത്തുള്ള ലോകം മാറിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് മാറ്റം നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വപ്നജീവിതം വെറുതെയൊന്ന് ആലോചിക്കുകയല്ല, അത് ജീവിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ "I am ready" എന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.